1980 നവംബർ മാസം 1-ാം തീയതിയാണ് വയനാട് ജില്ല സ്ഥാപിതമാകുന്നത്. 383 ചതുരശ്ര കിലോമീറ്ററാണ് വയനാട് ജില്ലയിലെ ജനസാന്ദ്രത. 1035 സ്ത്രീകൾക്ക് 1000 പുരുഷന്മാർ എന്ന രീതിയിലാണ് സ്ത്രീ പുരുഷ അനുപാതം കണക്കാക്കിയിരിക്കുന്നത്. 3 മുനിസിപ്പാലിറ്റി, 3 താലൂക്ക്, 4 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 23 ഗ്രാമപഞ്ചായത്ത്, 3 നിയമസഭാ മണ്ഡലം, 1 ലോകസഭാ മണ്ഡലം എന്നിവ ഉൾപ്പെടുന്നതാണ് വയനാട് ജില്ല. കേരളത്തിൽ ഏറ്റവും കുറച്ച് വീടുകളുള്ള ജില്ല വയനാട്. ദേശീയപാത ദൈർഘ്യം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല വയനാട്. റെയിൽവേ ഇല്ലാത്ത ജില്ല വയനാട്. കേരളത്തിലെ ആദ്യത്തെ പുകരഹിത ഗ്രാമം പനമരം. പുറൈക്കീഴ്നാട് എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം വയനാട്. പുറൈക്കീഴ്നാടിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസനം തിരുനെല്ലി ശാസനം. കാപ്പിയും ഇഞ്ചിയും ഏറ്റവുമധികം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല വയനാട്. വയനാടിൻ്റെ ആസ്ഥാനം കൽപ്പറ്റ. സ്വന്തം പേരിൽ സ്ഥലമില്ലാത്ത ജില്ല വയനാട്. സുൽത്താൻ ബത്തേരി കോട്ട നിർമ്മിച്ച രാജാവ് ടിപ്പു സുൽത്താൻ. വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം സുൽത്താൻ ബത്തേരി. സുൽത്താൻ ബത്തേരിയുടെ പഴയ പേര് ഗണപതി വട്ടം. ആദിവാസി വിഭാഗമായ കിടങ്ങരുടെ സാന്നിധ്യം കാരണം കിടങ്ങനാട് എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം ഗണപതി വട്ടം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ആദിവാസി വിഭാഗം പണിയർ. വയനാട്ടിലെ പ്രധാന ആദിവാസി വിഭാഗങ്ങൾ പണിയർ, കുറിച്യർ, കുറുമൻ, കാട്ടുനായ്ക്കർ, കാടൻ, ഊരാളി. മീൻമുട്ടി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? വയനാട്. കേരളത്തിലെ ഏക പീഠഭൂമി വയനാട്. വയനാട്ടിലെ ആദ്യ ജലസേചന പദ്ധതി കാരാപ്പുഴ. കേരളത്തിലെ ഏക പ്രകൃതിദത്ത അണക്കെട്ട് ബാണാസുര സാഗർ. ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ മണ്ണ് അണക്കെട്ട് ബാണാസുര സാഗർ. പൂക്കോട് ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്നത് വയനാട്. സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിലായി സ്ഥിതി ചെയ്യുന്ന തടാകം പൂക്കോട്. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേയൊരു ജില്ല വയനാട്. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേയൊരു താലൂക്ക് സുൽത്താൻ ബത്തേരി. മുത്തങ്ങ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വയനാട്. തിരുനെല്ലി ക്ഷേത്രം, ശാന്തിനാഥ ക്ഷേത്രം, പനമരം ജൈന ക്ഷേത്രം എന്നിവ സ്ഥിതി ചെയ്യുന്നത് വയനാട്. ഇന്ത്യയിൽ ആദ്യമായി സ്വർണ്ണഖനനം ആരംഭിച്ച സ്ഥലം വയനാട് 1875 മുതൽ. ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി കബനി. വയനാട് ജില്ലയിലെ പ്രധാന നദി കബനി. കേരളത്തിലെ ഏറ്റവും വലിയ നദീദ്വീപ് കുറുവ ദ്വീപ്. കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി കബനി. കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന ജില്ല വയനാട്. ആദ്യത്തെ സമ്പൂർണ്ണ പാൻ മസാല രഹിത ജില്ല വയനാട്. മൈസൂരിനെയും വയനാടിനെയും ബന്ധിപ്പിക്കുന്ന ചുരം താമരശ്ശേരി ചുരം. 26ാമത് സംസ്ഥാന ശാസ്ത്ര കോൺഗ്രസ് നടന്നത് വയനാട്. പുരളീശ്വരന്മാർ എന്ന് അറിയപ്പെടുന്നത് പഴശ്ശിരാജ. കോട്ടയം കേരളവർമ്മ ഏത് പേരിലാണ് കേരള ചരിത്രത്തിൽ അറിയപ്പെടുന്നത്? പഴശ്ശിരാജ. വയനാട് ഹെറിറ്റേജ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് അമ്പലവയൽ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ പഞ്ചായത്ത് അമ്പലവയൽ. മുത്തങ്ങ ഭൂസമരം നടന്ന വർഷം 2003. വയനാട്ടിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങൾ സൂചിപ്പാറ, കാന്തൻപാറ, ചെതലയം. തെക്കൻ കാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രം തിരുനെല്ലി ക്ഷേത്രം. കേരളത്തിലെ ഏക സീതാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പുൽപ്പള്ളി.
വയനാട്ടിലേക്കുള്ള കുടിയേറ്റം പശ്ചാത്തലമാക്കി എസ്.കെ. പൊറ്റക്കാട് എഴുതിയ നോവൽ വിഷകന്യക. കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വയനാട്. കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് വയനാട്. ട്രൈബൽ മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത് വയനാട്. പ്രാചീന ശിലാലിഖിതങ്ങളുള്ള എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് വയനാട്. എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മല അമ്പുകുത്തിമല. 1890 എടക്കൽ ഗുഹ കണ്ടെത്തിയ ബ്രിട്ടീഷുകാരൻ ഫ്രെഡ് ഫോസെറ്റ്. പഴശ്ശിരാജയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടി. കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് പൂക്കോട്. ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാട്. ഏറ്റവും കുറവ് അസംബ്ലി മണ്ഡലങ്ങളുള്ള ജില്ല വയനാട്. നഗരവാസികൾ ഏറ്റവും കുറവുള്ള ജില്ല വയനാട്. ഏറ്റവും കുറവ് റവന്യൂ വില്ലേജുകളുള്ള ജില്ല വയനാട്. ഏറ്റവും കുറവ് ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല വയനാട്. പട്ടികവർഗ നിരക്ക് ഏറ്റവും കൂടുതലുള്ള ജില്ല വയനാട്. പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതലുള്ള ജില്ല വയനാട്. പട്ടികജാതിക്കാർ ഏറ്റവും കുറവുള്ള ജില്ല വയനാട്. അപൂർവ ഇനം പക്ഷികളെ കാണാവുന്ന വയനാട്ടിലെ പ്രദേശം പക്ഷിപ്പാതാളം. പക്ഷിപ്പാതാളം സ്ഥിതി ചെയ്യുന്ന മലനിര ബ്രഹ്മഗിരി മലനിര. തിരുനെല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മഗിരി.